കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിറ്റമിൻ സി ഫേസ് ജെല്ല് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഉണക്കിയ തൊലിയല്ല, പച്ച തൊലി തന്നെ എടുത്തിട്ടുണ്ട്. അത് നെകയ്ക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇത് വേവിച്ച് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തുന്ന സമയത്ത് അത് ഉടഞ്ഞു വരണം. ആ പരുവം വരെ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കണം. ജെല്ലി ബേസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാന്തം ഗമ്മാണ്. സാന്തം ഗം ആവശ്യത്തിന് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഡൈല്യൂട്ടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ജെല്ലി കൺസിസ്റ്റൻസി ആക്കി മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന മൊത്തം ജ്യൂസും ഞാനിങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ചതിൻ്റെ വീര്യം ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഏത് പ്രൊഡക്റ്റ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജെൽ ബേസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ. അപ്പോൾ ഇത് നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനതിൻ്റെ വീര്യം കുറച്ച് എൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചെടുക്കുന്നത്. അങ്ങനെ എനിക്ക് ആവശ്യാനുസരണം ഞാൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പക്കാ ജെൽ കൺസിസ്റ്റൻസി ആക്കിയെടുത്തു. അതിലേക്ക് ഞാൻ ഒരു 5-8 ഡ്രോപ്സ് ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. സ്കിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. എന്നും ഡെയിലി നമുക്ക് രാത്രി ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. താങ്ക്